കൊല്ലം കന്റോൺമെന്റ് മൈതാനിയിൽ നടന്ന ആർ.എസ്.പി. ബി ലയന സമ്മേളനത്തിന് നൂറുകണക്കിന് പ്രവർത്തകരാണ് ആവേശത്തോടെ പങ്കെടുത്തത്. മുതിർന്ന ആർ.എസ്.പി. നേതാവ് വി.പി. രാമകൃഷ്ണപിള്ള പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ദേശീയ ജനറൽ സെക്രട്ടറി ടി.ജെ. ചന്ദ്രചൂഡൻ രൂക്ഷമായ ഭാഷയിലാണ് CPM-നെ വിമർശിച്ചത്. മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയായി CPM അധപ്പതിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കമ്മ്യൂണിസത്തിന് വന്ന മാറ്റങ്ങളും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത CPM ഇന്ന് കാണിക്കുന്ന പിത്തലാട്ടങ്ങൾ, അത് ഒരു വിലയിരുത്തൽ ആവശ്യമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകമാനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപജയം സംഭവിച്ചിരിക്കുന്നു. CPM-ന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്ക് ജനങ്ങൾ മറുപടി നൽകിയെന്ന് സംസ്ഥാന സെക്രട്ടറി A. അസീസ് പറഞ്ഞു. പാർട്ടിയെയും പാർട്ടി സ്ഥാനാർത്ഥിയെയും പാർട്ടി നേതാക്കന്മാരെയും CPM-ന്റെ നേതാക്കന്മാർ ഏതെല്ലാം തരത്തിൽ പുനഃഭ്യം പറഞ്ഞു. വഞ്ചനാപരമായ നിലപാടാണ് ആർ.എസ്.പി. സ്വീകരിച്ചതെന്ന നിലയിൽ അവർ പല പ്രാവശ്യം പ്രസ്താവനകൾ നടത്തി. യഥാർത്ഥത്തിൽ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചത് ആർ.എസ്.പി. ആണോ അവരാണോ? നിറഞ്ഞ കയ്യടിയോടെയാണ് മന്ത്രി ഷിബു ബേബി ജോൺ അവതരിപ്പിച്ച ലയനപ്രമേയം അംഗീകരിച്ചത്. ഏറെക്കാലമായി മനസ്സിൽ സൂക്ഷിച്ച ആഗ്രഹമാണ് ഇപ്പോൾ നടപ്പിലായതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രസംഗത്തിൽ CPM-നെ വിമർശിക്കാനും ഷിബു മറന്നില്ല. ഇടതുപക്ഷ മനസ്സ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ ഇരട്ടത്താപ്പ് സമീപനം ഇന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ നിന്നുള്ള നേതാക്കളായ ഷിബു ഗോസ്വാമി, മനോജ് ഭട്ടാചാര്യ തുടങ്ങിയവർ പങ്കെടുക്കാനെത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അവർ എത്തിയില്ല. ആർ.എസ്.പി. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം സുകുമാർ ഘോഷ് മാത്രമാണ് ബംഗാളിനെ പ്രതിനിധീകരിച്ച് എത്തിയത്. PL കിരൺ, മീഡിയ.